നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡന പരാതി. നടിയുടെ പരാതിയെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് സംവിധായകനെതിരെ കേസെടുത്തു. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് നടി പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞത്. നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലായതിനാൽ പരാതി നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. പരാതിക്കാരെ സുഹൃത്താണെന്നും സിനിമയിൽ വിചാരിച്ച പോലെ അവസരം ലഭിക്കാത്തതിന്റെ വൈരാഗ്യമാണ് പരാതിക്ക് കാരണമെന്നും ഒമർ ലുലു പ്രതികരിച്ചു. കേസിന് പിന്നിൽ വ്യക്തിവിരോധം ആണെന്നാണ് ഒമർ ലുലു പറയുന്നത്. നടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും സംവിധായകൻ വ്യക്തമാക്കി. എന്നാൽ സൗഹൃദം ഉപേക്ഷിച്ചതിലുള്ള വിരോധമാണ് പരാതിക്ക് പിറകിലെന്നും ഒമർ ലുലു ആരോപിച്ചു. പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണിതെന്നും സംവിധായകൻ പറഞ്ഞു. ഒരുപാട് നാളായുള്ള സൗഹൃദം നടിയുമായിട്ടുണ്ട്. പല യാത്രയിലും ഒപ്പം വന്നിരുന്ന ആളായിരുന്നു. സൗഹൃദത്തിൽ വിള്ളൽ കുറച്ചു നാളായി ഉണ്ടായിരുന്നു. 6 മാസത്തോളമായി നടിയുമായി യാതൊരു ബന്ധവുമില്ല. തൊട്ടുമുൻപ് ചെയ്ത സിനിമയിലും ഈ പെൺകുട്ടി അഭിനയിച്ചിരുന്നു. ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി പെൺകുട്ടി വന്നിരിക്കുന്നത്. സിനിമയിൽ അവസരം നൽകാത്തവരുടെ ദേഷ്യമാകാം കാരണം. ചിലപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗം കൂടിയാകാമെന്നും ഒമർ ലുലു പറയുന്നു. ഹാപ്പി വെഡിങ് ചങ്ക്സ്, ഒരു അഡാർ ലവ് എന്നിവയാണ് ഒമർ ലുലുവിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. നല്ല സമയം എന്ന ചിത്രം വലിയ വിവാദമായിരുന്നു. ചിത്രം MDMA ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായി കാണിച്ച് കോഴിക്കോട് എക്സൈസ് കേസ് എടുത്തിരുന്നു. റിലീസ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിക്കപ്പെട്ടിരുന്നു. ബാഡ് ബോയ്സ് ആണ് ഒമർ ലുലു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം. റഹ്മാനും ധ്യാൻ ശ്രീനിവാസനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെടുമ്പാശ്ശേരിയിലെ 2 ഹോട്ടലുകളിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയുമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പാലാരിവട്ടം സ്റ്റേഷനിൽ നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് പോലീസ് കേസെടുത്തത്. നെടുമ്പാശ്ശേരി പോലീസ് ഒമർ ലുലുവിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഹോട്ടലുകളിൽ നിന്ന് പോലീസ് തെളിവെടുക്കും. ഹോട്ടലിൽ ഉള്ളവരുടെയും മൊഴി എടുക്കും. കേസിൽ മുൻകൂർ ജാമ്യത്തിന് ഒമർ ലുലുവും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സംവിധായകനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നല്ല സമയം എന്ന ഒമർ ലുലു ചിത്രത്തിന്റെ ട്രെയിലറിൽ MDMA ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് വളരെയധികം വിവാദമായി മാറിയ സംഭവമായിരുന്നു. കോഴിക്കോട് എക്സൈസ് റേഞ്ച് പിന്നീട് പരാതി നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു എക്സൈസിന്റെ പരാതി. എന്നാൽ ഈ കേസ് പിന്നീട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കോടതി തള്ളിക്കളയുകയും ചെയ്തു. നിരവധി യുവതാരങ്ങളെയും പുതുമുഖങ്ങളെയും മലയാളത്തിന് സമ്മാനിച്ച സംവിധായകനാണ് ഒമർ ലുലു. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വ്യത്യസ്തമായ കഥയും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ന്യൂ ജനറേഷൻ സിനിമകളുമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. ധമാക്കയും അഡാലവുമൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഒരു കണ്ണീറുക്കലിലൂടെ ലോകമെങ്ങും ആരാധകരെ നേടിയ പ്രിയ വാര്യർ, നൂറിൻ ഷെരീഫ്, റോഷൻ തുടങ്ങിയ വലിയ താരനിരയെ തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. പിന്നീട് വലിയ താരമായപ്പോൾ ചിലർക്ക് നന്ദികേട് കാണിച്ചതായും ഒമർ ലുലു തുറന്നു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.